ഹലോ, അനന്യാസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൾ ഇവിടെ കോളേജിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ സ്പെഷ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ക്രിസ്മസിൻ്റെ ആ ഒരു വെക്കേഷൻ സമയത്താട്ടോ വന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ എനിക്കത് എഡിറ്റ് ചെയ്തിടാനുള്ളൊരു സമയം കിട്ടായി ആയിരുന്നു കേട്ടോ. പിന്നെ തണുപ്പ് കൂടി അങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആ വീഡിയോ ഇപ്പോൾ അങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ബീഫൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് നല്ല ബീഫായിരുന്നു കേട്ടോ. കുറേ നമ്മൾ വല്ലപ്പോഴാണ് ഇപ്പോൾ ഇവിടെ ഡൽഹിയിൽ താമസിക്കുന്നവർക്ക് അറിയാൻ പറ്റും, ബീഫൊക്കെ കിട്ടണമെങ്കിൽ എല്ലായിടത്തും നാട്ടിലെ പോലെ എല്ലായിടത്തിലൊന്നും കിട്ടില്ല. അപ്പോൾ കിട്ടുന്ന സമയത്ത് നമ്മൾ പോയി വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതാ ബീഫും നെയ്ച്ചോറും സാദാ ചോറും ഒക്കെ കേട്ടോ വെച്ചത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ മോള് വരുന്നതുകൊണ്ട് എൻ്റെ മോൾക്കും ഇഷ്ടമാണ് നെയ്ച്ചോറ്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ നെയ്ച്ചോറും ബീഫ് കറിയും മതിയാണ്. അപ്പം ഏട്ടനാണെങ്കിൽ കൂടുതലും ചോറിനോടാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചോറും വെച്ചു കേട്ടോ. അപ്പം ഈ തണുപ്പൊക്കെ ആകുമ്പോൾ നല്ല ഇതല്ലേ, നല്ല ചൂടാ കഴിക്കാനും നല്ലതാണ്. അപ്പോൾ ഇതാ ഞാൻ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ക്യാരറ്റും സവോളയും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി അത് ഞങ്ങൾ നെയ്ച്ചോറിൽ ഇടാറേ ഇല്ല കേട്ടോ. ഇടാത്തൊന്നുമല്ല, അത് ഇട്ട് കഴിഞ്ഞാൽ മോളായാലും മോനായാലും എടുത്ത് മാറ്റി വെക്കും. അതുകൊണ്ട് ഞാൻ ആ സംഭവമേ ഇടാറില്ല. അപ്പം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് ക്യാരറ്റും കുറച്ച് സവോളയൊക്കെ അരിഞ്ഞ് വെക്കുകയാണേ. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക അതെല്ലാം റെഡിയാക്കി വെക്കുക. അപ്പോഴേക്ക് ഞാൻ കുക്കറിൽ ബീഫ് നന്നായിട്ട് കഴുകിയിട്ട് കുരുമുളകും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ആ വേവിക്കാൻ വെക്കുമ്പം തന്നെ ഞാൻ കുറച്ച് സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് കുക്കറിൽ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് വേവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സവോളയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയൊക്കെ ഒരുമിച്ച് വെന്തോളൂ കേട്ടോ. അപ്പം ഞാൻ നെയ്ച്ചോറിലേക്ക് വേണ്ട പട്ട എടുത്തപ്പോഴേ അത് പൊട്ടിച്ചിട്ട് കിട്ടുന്നത് ഭയങ്കര കട്ടി. അപ്പം ഞാനൊരു കല്ലെടുത്തിട്ട് ഈ ഇഞ്ചിയൊക്കെ ചതക്കുന്ന കല്ല് അതിനുണ്ടല്ലോ, അതെടുത്തിട്ടൊന്ന് കുത്തിച്ചാച്ച് എടുക്കുക കേട്ടോ. അപ്പം അത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് കിട്ടണമില്ല. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ വേഗം എളുപ്പമാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഒരു പാത്രമൊക്കെ വെച്ചിട്ട് പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യ് കേട്ടോ ചേർത്തത്. അത് രണ്ടും ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഞാൻ വേഗം നെയ്ച്ചോറിന് ഒരു ഗ്ലാസ് അരിയില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കൂടുതലൊന്നും വേണ്ട, അവർക്ക് 2 പേർക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ഗ്ലാസ് അരിയില്ല ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ബീഫ് കുക്കറിൽ 5-6 വിസിലൊക്കെ ആയിട്ട് വന്ന് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അങ്ങ് ഓഫ് ചെയ്തിട്ട് പിന്നെ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറ് എന്നാൽ വേഗം വാർത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തണുപ്പായതുകൊണ്ട് വേഗം ചോറും കറിയൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വേഗം തണുത്തു. പിന്നെ അത് ചൂടാക്കാൻ നിൽക്കണം കേട്ടോ. അപ്പം ഞാൻ ഏകദേശം കഴിക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മുന്നേക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാറുള്ളത്. എന്നാൽ പിന്നെ ഉണ്ടാക്കിയ ഉടനെ തന്നെ ചൂടോട് കൂടിയിട്ട് കഴിക്കാമല്ലോ. അപ്പം ഞാനതാ ചോറൊക്കെ വേഗം ഊറ്റി വെച്ച് പിന്നെ ബീഫ് ഇതാ 5-6 വിസിലിന് വേണ്ടിയിട്ട് വെച്ചതാട്ടോ. അപ്പോൾ 1-2 വിസിലൊക്കെ ആയി അതിൽ. അപ്പോൾ ഞാൻ റൈസ് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് അടുപ്പിലേക്ക് മാറ്റി വെച്ചതാട്ടോ കുക്കർ. എന്നാൽ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ കാണും ചെയ്യാം. അപ്പോൾ ഞാനതാ ഏകദേശം പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഇട്ട് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി. അപ്പം കുറച്ചൊരു വെള്ളത്തിൻ്റെ ഒരു കുറവുമാതിരി തോന്നി കേട്ടോ ഞാൻ. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഒരു ഇച്ചിരിയും കൂടെ ഒരു 1/2 ഗ്ലാസ് ഇല്ല, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങനെ നല്ലപോലെ അങ്ങനെ മൂടി വെക്കുമല്ലോ, എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കൂടുതൽ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഒന്നുമല്ല, ക്യാരറ്റ് ഇട്ടത് മോളൊക്കെ വെജിറ്റബിൾ കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ ഇങ്ങനെ നെയ്ച്ചോറ് കാര്യങ്ങളിലൊക്കെ ഇടുമ്പോൾ അവരങ്ങ് കഴിച്ചോളും, അവരറിയില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ക്യാരറ്റ്, അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത്രയൊന്നും ക്യാരറ്റ് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ നല്ലോണം ഒരു 1-2 ക്യാരറ്റോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചോറിന് ഞാൻ അപ്പുറത്തേക്ക് വെള്ളം കുറച്ചൊന്ന് വറ്റിയ സമയത്ത് മാറ്റി വെച്ചു കേട്ടോ അപ്പുറത്തെ അടുപ്പിലേക്ക്. അപ്പോൾ ഇതാ ബീഫ് 5-8 വിസിലിന് ശേഷം നന്നായിട്ട് വെന്തുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. കുരുമുളക് ഉപ്പിട്ട് വേവിച്ചതല്ലേ, അപ്പോൾ ഏകദേശം നന്നായി വെന്തുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് മസാല ചേർത്തിട്ട് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ വേഗം കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ ഞാനൊരു മറ്റേ മൺചട്ടി കേട്ടോ. മൺചട്ടി എടുത്തപ്പോൾ മേലേന്ന് നിന്ന് ഞാൻ മുളകിൻ്റെ ടിന്നെടുത്തപ്പോൾ അതിൽ നിന്ന് വീണു പോയതാ ചട്ടിയിലേക്ക്. അപ്പോൾ ചട്ടിയൊക്കെ ഏകദേശം ചൂടായി. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ ചുവന്ന മുളക്, ഒരു 3-4 ചുവന്ന മുളക് അതെടുത്ത് നല്ലോണം പൊട്ടിച്ചതിന് ശേഷം മസാല എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക്, മഞ്ഞൾ, മല്ലി, കുരുമുളക് പൊടി. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു.
ഇളക്കി കൊടുത്തിട്ട് നല്ലോണം ഇങ്ങനെ അപ്പോൾ ഞാൻ ഗ്യാസ് നന്നായി സിം ചെയ്തിട്ടുണ്ട് കേട്ടോ. സിമ്മാക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് ഞാൻ നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഇതാ സവോള ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു പാത്രത്തിലാക്കി വെച്ചാട്ടോ. അപ്പം വഴട്ടൊന്നും വേണ്ട, ഞാൻ വേഗം ചെയ്ത പണിയാണേ. അപ്പോൾ ഇതാ അങ്ങനെ ഇതിലേക്ക് മസാല കൂട്ടിലേക്ക് ഇട്ടപ്പോൾ നല്ലോണം വെന്തതുകൊണ്ട് നല്ല വേഗം ഇങ്ങനെ പേസ്റ്റ് പരുവത്തിലാവും കേട്ടോ, സ്മാഷ് ചെയ്തിട്ട്. അപ്പോൾ ഞാനൊന്ന് കുത്തി ഉടച്ചൊക്കെ ഇങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ എന്നാൽ വേഗം ആവുമല്ലോ, സംഭവം പെട്ടെന്നാവും ചെയ്യും. പിന്നെ ഞാൻ അതിൽ തന്നെ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ അതിനൊരു തക്കാളീൻ്റെ കുറച്ച് ഭാഗം കൂടെ ഇതിലേക്ക് കൊട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഞാനത് അതിലുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ മാറ്റി വെച്ച്, അത് എത്രയായാലും ഇങ്ങനെ ഇത് അലിഞ്ഞു വരില്ലല്ലോ. അപ്പോൾ ഞാനൊരു കല്ലെടുത്തിട്ട് ഇഞ്ചിയൊക്കെ ഒന്ന് കുത്തിച്ചതച്ചിട്ട് വേറെ സെപ്പറേറ്റ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ആക്കി കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ആ ബീഫ് ഇതിലേക്ക് കൊട്ടി വെച്ച് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് എന്നിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഉപ്പൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടോയെന്നൊക്കെ നോക്കി, അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ്. അപ്പോൾ ഇതാ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചു കേട്ടോ. അപ്പം അന്ന് തന്നെ ഞാൻ ചോറിനൊരു ഉപ്പേരി വേണമല്ലോ, ഉപ്പേരി എന്തായാലും നിർബന്ധമാണേ. അപ്പം ഞാൻ നമ്മുടെ ഈ ചക്ക ഉണ്ടല്ലോ, നാട്ടിലൊന്നും ഇപ്പോൾ ചക്കയൊന്നും ഇല്ലാണ്, അപ്പോൾ കൊത്തൻ ചക്കേൻ്റെ ഇത് കിട്ടിയിട്ടോ. അപ്പം ഞാനത് ചീഞ്ചട്ടി വെച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചക്ക ചെറുതായി അരിഞ്ഞതാട്ടോ. അതിൽ കുറച്ച് ചുവന്ന മുളകും ഇടുന്നുണ്ടേ. എന്നിട്ട് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് ഉപ്പേരി വേവിക്കുക കേട്ടോ. അപ്പോൾ ഇതാ അതിലൊരു തുള്ളി വെള്ളം, ഒരിച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ, ഉപ്പും ചേർത്തിട്ട്. അങ്ങനെ 2-3 പ്രാവശ്യം ഇളക്കി കൊടുത്ത് ആയി കഴിയുമ്പോൾ ഉപ്പേരി നന്നായി വേവും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് പോവും. അപ്പോൾ ഒരു തുള്ളി വെള്ളമാണ് ചേർത്തപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാവും ചെയ്യും. അപ്പം വെള്ളം അങ്ങനെ 2 സ്പൂൺ വെള്ളം അങ്ങനെ ആക്കി കൊടുത്തത്, എൻ്റെ ചൂടുവെള്ളം അതിലുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്കി കൊടുത്താൽ കേട്ടോ. അങ്ങനെ തട്ടിപ്പൊത്തി വെച്ചിട്ട് അങ്ങനെ ഉപ്പേരിയൊക്കെ വേവിച്ച് അങ്ങനെ ഇതായിരുന്നു നമ്മൾ അന്നത്തെ ചോറിനുള്ള കറിയും ഉപ്പേരിയും ഒക്കെ കേട്ടോ. അപ്പോൾ ഇതാ ഈ വീഡിയോ കുറച്ചേ ഉള്ളൂ, കുഞ്ഞ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ 2-3 പ്രാവശ്യം ഇങ്ങനെ അടച്ചു വെച്ച് ഇളക്കി ഇളക്കി കൊടുത്തപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പുറത്ത് ബീഫിൻ്റെ കറിയായി. അപ്പോൾ ഞാനതാ ബീഫിൻ്റെ കറി വെക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പിന്നെ ചെറിയ ഉള്ളി താളിച്ചിടുമല്ലോ, അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ചെറിയ ഉള്ളിയും താളിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയുള്ളി താളിച്ചതും കൂടെ അതിലേക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ഒന്ന് എല്ലാവരും ഇഞ്ചി സവോളയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടാണല്ലോ ഉണ്ടാക്കുക, ഈ ഒരു ടൈപ്പിലൊന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഞാൻ അപ്പുറത്ത് കുറച്ച് ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മേത്തീൻ്റെ ഇലയും വേറെ 1-2 ഇലയൊക്കെ. അപ്പോൾ അതൊക്കെ കൂടി ഇട്ടിട്ടൊന്ന് വെറുതെ ഉപ്പിലിട്ടിട്ട് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും ഒക്കെ ആയിരുന്നു അന്നത്തെ ഉച്ചയ്ക്കുള്ള ഊണ് കേട്ടോ, ഊണിനുള്ള വിഭവങ്ങളെന്ന് പറയാനേ. അപ്പോൾ അങ്ങനെ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാം റെഡിയായപ്പോൾ 1 മണിയാകുമ്പോഴത്തേക്ക് എല്ലാ പണി അപ്പോഴേക്ക് കഴിയും കേട്ടോ. ഉപ്പേരിയായി, അപ്പുറത്ത് സബ്ജിയായി, അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഈ കുഞ്ഞ് വീഡിയോ.